നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ടീമുകൾ അവരുടെ പ്രാഥമിക ലിസ്റ്റൊക്കെ ഫിഫയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. ബ്രസീൽ ടീമിൻ്റെ ലിസ്റ്റിൽ ആൻ്റണിക്കിടം അദ്ദേഹം അർഹിക്കുന്നില്ലേ? ആ ഇടം അദ്ദേഹം അർഹിക്കുന്നില്ലേ? സമീപകാലത്തെ പെർഫോമൻസ് നമ്മളൊന്ന് പരിശോധിക്കുന്നു. 2-2 സമനിലയാണ് ഇന്നലെ റയൽ സോസിഡാഡുമായിട്ട് റയൽ ബെറ്റീസ് പിടിക്കുന്നത്. അതിലൊരു കിടിലൻ ഗോൾ ആൻ്റണിയുടെ വകയുണ്ടായിരുന്നു. ഇതോടുകൂടി സംഭവിച്ചെന്താണെന്നറിയോ? ഇപ്പോൾ ലാലിഗയിൽ ഔട്ട്സൈഡ് ദി ഏരിയയിൽ നിന്ന് അടിച്ച ഗോളുകളുടെ എണ്ണം എടുത്താൽ ഈ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ചതിൻ്റെ എണ്ണം എടുത്താൽ ആൻ്റണിയാണ് ഒന്നാമത്, വിത്ത് കിലിയൻ എംബാപ്പയും ആൻ്റണിയും ഏറ്റവും അധികം ഗോളുകൾ ഔട്ട്സൈഡ് ദി ഏരിയയിൽ നിന്ന് ഈ ലലീഗ സീസണിൽ അടിച്ചവരാണ്. 5 ഗോളുകൾ. ഇപ്പോൾ എംബാപ്പയോട് കിടപിടിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സാണ്. എംബാപ്പ ഏത് ലെവലിലാണ് കളിക്കുന്നത് നമുക്കറിയാലോ. ഇന്നലത്തെ മാത്രം കളിയെടുത്താൽ അദ്ദേഹം 59 മിനിറ്റ് കളിച്ചു, 1 ഗോളും 2 കീ പാസുകളും. 16 പാസുകൾ അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചു, 14 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. 88% പാസിംഗ് ആക്യുറസി. 3 ഷോട്ടുകൾ തീർത്തു, 2 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക്. സോഫാ സ്കോർ കൊടുത്തത് 8 റേറ്റിംഗ് ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു മൊത്തം പ്രകടനം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2025-26 സീസണിൽ 43 കളികളിൽ നിന്ന് 24 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. 14 ഗോളുകളും 10 അസിസ്റ്റുകളും. ഓരോ 135 മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നിലക്കാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 71 കീ പാസുകൾ, 172 ഡ്യുവൽസ് വിൻ ചെയ്തു. തീർച്ചയായിട്ടും വിങ്ങറായിട്ട് ആഞ്ചലോട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന താരമാണ് ആൻ്റണി. കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ ആഞ്ചലോട്ടി അദ്ദേഹത്തെ എടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചനയ്ക്ക് അനുസരിച്ച് ആഞ്ചലോട്ടിയുടെ പ്ലാനിൽ ആൻ്റണി ഇല്ല. അത് തീർച്ചയായിട്ടും ഡിസേർവ് ചെയ്തിട്ടും സ്ഥാനം കിട്ടാത്തൊരവസ്ഥയല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.